തെരഞ്ഞെടുപ്പ് അടുത്ത് ഇരിക്കുന്ന ഈ സമയത്ത് തന്നെ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കുരുക്ക് മുറുക്കിക്കൊണ്ട് ഇ.ഡി. അറസ്റ്റിലേക്ക് നീങ്ങുകയും ഇ.ഡി. കസ്റ്റഡിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങൾ ഇ.ഡിയുടെ അടുത്ത നീക്കം എന്ത് എന്നുള്ള ഒരു വലിയ സന്ദേഹത്തിലാണ്. ഇതിനിടയിലാണ് കേരളത്തിലേക്ക് ഇ.ഡി. കൂടുതൽ പിടിമുറുക്കുന്നു എന്നൊരു സൂചനയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി തൃശ്ശൂർ ഉള്ള CPM-ന്റെ ചില നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാടിൽ ഇ.ഡി. ശക്തമായ ഒരു നീക്കം ഉടൻ നടത്താൻ ഇടയുണ്ട് എന്നൊരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു യോഗം, നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടന്നതെന്നാണ് സൂചന. ഈ ബാങ്കിലെ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ നേതാക്കളുമായിട്ടാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. AC മൊയ്തീൻ MLA, തൃശ്ശൂർ ഏരിയ സെക്രട്ടറി MM വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗവും ബാങ്കിൻ്റെ ചെയർമാനുമായ MK കണ്ണൻ തുടങ്ങിയവരുമായിട്ടാണ് ഒരു കൂടിക്കാഴ്ച തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇന്നലെ നടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന വേളയിൽ ഇ.ഡി. കൂടുതൽ പിടിമുറുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സമയങ്ങളിൽ ഇത്തരം ഏജൻസികൾ സാധാരണഗതിയിൽ അവരുടെ അന്വേഷണങ്ങളും മറ്റും നിർത്തിവെക്കുകയാണുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പിന്നീട് തുടരുകയെങ്കിൽ ആ ഒരു പതിവ് രീതി തെറ്റിച്ചുകൊണ്ടാണ് ഇന്നലെ ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ആ അറസ്റ്റും തുടർന്നുള്ള കസ്റ്റഡിയുമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ നീങ്ങാനും ഒരു വലിയ സാഹചര്യം ഉണ്ടായാൽ അത് നേരിടാൻ സജ്ജരായിരിക്കാനും ചില നിർദ്ദേശങ്ങൾ ഉയർന്നതായി സൂചനയുണ്ട്. ഒപ്പം തന്നെ CPM നേതാവ് PK ബിജുവും ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉണ്ടായിരുന്നു. ഏത് വിഷയങ്ങളുണ്ടായാലും ഏത് സാഹചര്യങ്ങളുണ്ടായാലും അതിനെ നേരിടാൻ തയ്യാറായിരിക്കണം എന്നൊരു നിർദ്ദേശം വന്നു. കാരണം കരുവന്നൂർ അടക്കം അനവധി ബാങ്ക് തട്ടിപ്പ് കേസ് അല്ലെങ്കിൽ ബാങ്കിലെ കള്ളപ്പണ ഇടപാടുമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഇ.ഡിയുടെ നടത്തി വരുന്ന ഒരു സാഹചര്യം കൂടെ. ഇതിൽ കരുവന്നൂർ ബാങ്ക് നടന്നിട്ട കള്ളപ്പണ ഇടപാടുകൾ ഇ.ഡി. കൂടുതൽ പിടിമുറുക്കും എന്നുള്ള സൂചന വളരെ ശക്തവുമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും അത്തരമൊരു സൂചനകൾ പുറത്തു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.